വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് റുബിക്സ് ക്യൂബ് 3x3 കംപ്ലീറ്റ് സോൾവിംഗ് ആണ്. റുബിക്സ് ക്യൂബിൽ 6 സൈഡുകൾ ഉണ്ടാവും. ഒരു സൈഡിൽ 9 പീസുകളും ഉണ്ടാവും. 3x3യിൽ നമ്മൾ ലെയർ ബൈ ലെയർ ആണ് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് നമ്മൾ വെള്ളയാണ് എടുക്കേണ്ടത്. വെള്ള ഫസ്റ്റ് നമുക്ക് റെഡിയാക്കാം. പ്ലസ് ഷേപ്പിൽ റെഡിയാക്കണം. അപ്പോൾ പ്ലസ്സിൽ ഈ സൈഡിലുള്ളത് ബ്ലൂ ആണ്, വെള്ളേൻ്റെ ഈ സൈഡിലുള്ളത് ബ്ലൂ ആണ്. അപ്പോൾ വെള്ളയും ബ്ലൂ ഇവിടെ തന്നെയുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഭാഗം ഒന്ന് തിരിച്ച് ഇങ്ങനെയാക്കി ഇവിടെ എടുത്ത് പിന്നെ ഇങ്ങനെയാക്കിയാൽ ഇവിടെ 2 കളർ കിട്ടുന്നുണ്ട്. ഇത് റെഡിയായി. അടുത്ത ഓറഞ്ചാണ് എടുക്കേണ്ടത്. ഓറഞ്ച് താഴത്തെ ലെയറിലാണുള്ളത്. അത് നേരെ 2 പ്രാവശ്യം തിരിച്ചാൽ ഇതിപ്പോൾ എൽ ഷേപ്പായി. ഇനി നമ്മൾ ഗ്രീനാണ് എടുക്കേണ്ടത്. ഗ്രീൻ എടുത്ത് ഗ്രീൻ അതേപോലെ തിരിച്ചാൽ മതി. ഇങ്ങനെ തിരിച്ച് ഇങ്ങനെ തിരിച്ച്. ഇപ്പോൾ ഓറഞ്ചും ഗ്രീനും എന്നാലേ റെഡിയായി. ഇനി റെഡ് അതേപോലെ തന്നെ പ്ലസ് ഷേപ്പായി. ഇതിപ്പോൾ പ്ലസ് ഷേപ്പായി. ഇനി നമ്മൾ കോർണർ റെഡിയാക്കണം. ഒരു കോർണർ എന്തായാലും റെഡിയായി. ഇനി ഗ്രീനും റെഡും ഡി കോർണർ റെഡിയാക്കാം. ഇതിപ്പോൾ ഗ്രീനും റെഡിൻ്റെയും കോർണറിൻ്റെ ഈ ഭാഗത്തിൻ്റെ നേരെ താഴെയാണ് ഗ്രീനും റെഡും ഉള്ളത്. അപ്പോൾ ഈ ഗ്രീനും റെഡും ഇങ്ങനെയാക്കിയാൽ ഈ ഗ്രീനിൻ്റെ പ്ലസ് ഷേപ്പിലെ ഒരു ഭാഗവും അതിൻ്റെ മറ്റേ കോർണറും പോകും. അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ടാക്കി അത് നേരെ ഇങ്ങോട്ട് തിരിച്ചാൽ ഇത് ഇങ്ങോട്ടാക്കി ഇതും ഇങ്ങോട്ടാക്കിയാൽ ഇത് റെഡിയായി. ഗ്രീനിൻ്റെ ഭാഗം റെഡിയായി. ഇനി നമ്മൾ ബ്ലൂവിൻ്റെ ഭാഗം റെഡിയാക്കണം. ബ്ലൂവിൻ്റെ 2 ഭാഗവും താഴെയാണുള്ളത്. അതുകൊണ്ട് നമ്മൾ താഴെ നിന്ന് തന്നെ എടുക്കേണ്ട അതാണ്. ഞാൻ ഫസ്റ്റ് താഴെ നിന്ന് ഒരു ലെയർ എടുത്തു. അപ്പോൾ ബ്ലൂവും റെഡിൻ്റെ ആണത്. അപ്പോൾ ബ്ലൂവിൻ്റെയും റെഡിൻ്റെയും താഴെ തന്നെ ഞാൻ വയ്ക്കുന്നുണ്ട്. ഗ്രീനിൻ്റെ റെഡിയാക്കിയ പോലെ ഞാൻ അത് റെഡിയാക്കി. അപ്പോൾ ബ്ലൂവിൻ്റെ പ്ലസിൻ്റെ അത് പോയി. പിന്നെ ഈ 3 റെഡിൻ്റെ ഭാഗം തിരിച്ചു. പ്ലസിൻ്റെ ഭാഗം നേരെ തിരിച്ച് ബ്ലൂ ഭാഗം നേരെ തിരിച്ചു ഞാൻ. എന്നിട്ട് ഈ റെഡിൻ്റെ ഭാഗം നേരെ അങ്ങോട്ടാക്കുമ്പോൾ ഇങ്ങനെ കിട്ടും. 3 കോർണർ റെഡിയായി. ഇനി ലാസ്റ്റ് കോർണറാണ് ബ്ലൂവും ഓറഞ്ചും. ബ്ലൂ ഓറഞ്ചിൻ്റെയും തേടി അതിൻ്റെ നേരെ താഴെ എടുത്ത് വെച്ച് കറക്റ്റാക്കിയാൽ ഇത് രണ്ടും പോകും. അപ്പോൾ ഇത് നേരെ ഇങ്ങോട്ടാക്കണം. അപ്പോൾ ഇത് നേരെ തിരിച്ചാൽ ഇങ്ങനെ വരും. നേരെ തിരിച്ചാൽ അപ്പോൾ ഈ ലെയർ നമ്മൾ റെഡിയാക്കി. ഇനി അടുത്ത ലെയറാണ് റെഡിയാക്കേണ്ടത്. ഇവിടെ നമ്മൾ പകുതിയായ ടീ എല്ലാ സ്ഥലത്തും കാണും. അപ്പോൾ അത് നമ്മൾ ചെയ്യേണ്ടത് ഇത് ഫുള്ളാക്കണം. ഇതിൻ്റെ പകുതി ഫുള്ളാക്കണം. അതാക്കണമെങ്കിൽ അതിൻ്റെ കറക്റ്റ് കളർ അതിൻ്റെ അടുത്ത് തന്നെ വെക്കണം. ഇപ്പോൾ ഞാൻ ബ്ലൂവും ഓറഞ്ചുമാണ് റെഡിയാക്കുന്നത്. ബ്ലൂവും ഓറഞ്ചും ബ്ലൂ ഞാനിങ്ങനെ ആക്കി ഫുൾ ടീ ആക്കി. അതിൻ്റെ താഴെ തന്നെ ഓറഞ്ചും ഉണ്ട്. ആ ഓറഞ്ച് എടുത്ത് ഞാൻ നേരെ ഓറഞ്ചിൻ്റെ അടുത്ത് തിരിച്ചാൽ ഈ വെള്ള പോകും. അതുകൊണ്ട് ഈ വെള്ള നേരെ സെൻറ്റർ ഭാഗത്തിലുള്ള വെള്ള നേരെ ഇങ്ങോട്ടാക്കിയാൽ ഇങ്ങനെ കിട്ടും. അത് നേരെ ഇങ്ങോട്ട് തിരിക്കണം. അപ്പോൾ ഇവിടുത്തെ ഈ കോർണർ ആ പ്ലസ്സിലെ ബ്ലൂ കളർ താഴോട്ട് പോയി. ഇനി അത് നേരെ മേലോട്ടാക്കിയാൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഈ 2 ഭാഗവും അങ്ങോട്ട് പോകും. അതുകൊണ്ട് ഈ പച്ചയും ഓറഞ്ചും ഈ സൈഡിലാണുള്ളത്. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ വെള്ളൻ്റെ ഭാഗം നേരെ ഇങ്ങോട്ട് തിരിച്ച് ഈ ഭാഗം ഇങ്ങോട്ട് തിരിച്ച് പിന്നെ വെള്ളം ഇങ്ങോട്ടാക്കിയാൽ ഗ്രീനും ഓറഞ്ചും റെഡിയായി. പിന്നെ ഈ ഓറഞ്ചും ബ്ലൂവും റെഡിയായി. ഇനി നമ്മൾ റെഡും ബ്ലൂ ആണ് റെഡിയാക്കുന്നത്. റെഡ് ഞാൻ ടീ ഷേപ്പാക്കി. അതേപോലെ നേരെ ഈ ഭാഗത്തേക്ക് ആക്കണം.
നേരത്തെ ചെയ്ത പോലെ അത് നേരെ ഇങ്ങനെയാക്കി വെള്ള പോയി ആ വെള്ള ഇങ്ങനെയാക്കി അത് നേരെ വെള്ളേൻ്റെ ഷേപ്പിലെത്തി. അതിൻ്റെ നേരെ താഴെ തന്നെ ഇതുണ്ട്, അത് നേരെ മേലോട്ടാക്കി. ഇതിപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഇത് നേരെ ഇങ്ങോട്ടാക്കി. ഇതിപ്പോൾ നീല റെഡിയായി. നമ്മളിപ്പോൾ റെഡും നീലയും റെഡിയാക്കി. നമ്മൾ നേരത്തെ ബ്ലൂവും ഓറഞ്ചുമാണ് റെഡിയാക്കിയത്, അതും അവിടെ തന്നെ ഉണ്ട്. ഇനി നമ്മൾ റെഡും ഗ്രീനും റെഡിയാക്കാം. നേരത്തെ നമ്മൾ ചെയ്തതിലൊക്കെ ഇങ്ങോട്ടാണ് തിരിച്ചത്. ഇനി റെഡും ഗ്രീനും നേരെ ഇങ്ങോട്ടാണ് തിരിക്കേണ്ടത്. അതേപോലെ തന്നെ വെള്ളയും ഈ സൈഡെത്തി. ഇതിപ്പോൾ നമ്മൾ ഇങ്ങോട്ടാക്കി. ഇപ്പോൾ അതേപോലെയായി നമ്മൾ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ ഇങ്ങനെയുമായി. ഇനി ഈ ഭാഗം നമ്മൾ ഓറഞ്ചിൻ്റെ ഭാഗത്തിലേക്ക് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ വെള്ള ഭാഗം നേരെ ലെഫ്റ്റിലേക്ക് തിരിച്ച്, ഈ ഓറഞ്ച് നേരെ ഡൗണിലേക്ക് തിരിച്ച്, നേരെ ആ വെള്ളേൻ്റെ ഭാഗം റൈറ്റിലേക്ക് തിരിച്ചാൽ ഇത് റെഡിയാവും. അപ്പോൾ ഇപ്പോൾ റെഡിയായത് നീലയും റെഡും. ഇനി ബാക്കി രണ്ടാമത്തെ ലെയറിലെ ബാക്കിയുള്ള പീസ് ഇത് മാത്രമാണ്. ഈ പീസിൻ്റെ കളറ് ഓറഞ്ചും ഗ്രീനും ആണ്. അപ്പോൾ ഈ ഗ്രീനിൽ ടീ ആയി, പക്ഷെ അതിൻ്റെ താരെ യെല്ലോ കളറാണ്. അതുകൊണ്ട് നമ്മൾ ഗ്രീനും ഓറഞ്ചും അതിൻ്റെ താരെ ടീ ഷേപ്പാക്കി. ഇതിപ്പോൾ ഗ്രീനും ഓറഞ്ചുമായി. ഇനി ഈ ഗ്രീനും ഓറഞ്ചും ലെഫ്റ്റിലേക്ക് തിരിക്കണം. ലെഫ്റ്റിലേക്ക് തിരിച്ചിട്ട് ആ ഭാഗം ഇപ്പോൾ റെഡിയായി. ഇനി ആ ഭാഗം ത്തിൻ്റെ മിഡിൽ പിന്നെയും ലെഫ്റ്റിലേക്ക് തിരിച്ചാൽ വെള്ളേൻ്റെ അത് അങ്ങോട്ട് പോകും. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ തിരിച്ചാൽ ഈ ഭാഗം താരെയാണുള്ളത്. ഇപ്പോൾ നമ്മൾ നേരെ ആ ഭാഗം ഇങ്ങനെ റെഡിയാക്കിയാൽ ഈ രണ്ട് പീസുകളും അങ്ങോട്ട് പോയി. അതുകൊണ്ട് നമ്മളിപ്പോൾ ബ്ലൂവും ഓറഞ്ചിൻ്റെയും സ്ഥലം ഇതാണ്. അതുകൊണ്ട് ഈ വെള്ളേൻ്റെ ഭാഗം ലെഫ്റ്റിലേക്ക് തിരിക്കണം. അപ്പോൾ ഇവിടെ ഓറഞ്ച് റെഡും ഗ്രീനുമായി. ഇനി ആ വെള്ളേൻ്റെ ഭാഗം ഇങ്ങോട്ട് തിരിക്കാം. ഇനി നേരെ വെള്ളം കറക്റ്റാക്കിയാൽ ഇത് രണ്ടാമത്തെ ലെയർ ഫിനിഷായി. ഇനി ഓരോ സൈഡിനും ഓരോ പേര് നൽകണം. ഫ്രണ്ട് സൈഡ് നമ്മളെ കൺമുന്നിൽ കാണുന്ന സൈഡിന് നമ്മൾ എഫ് എന്ന പേര് നൽകുന്നു. റൈറ്റ് സൈഡിൽ നമ്മൾ ആർ എന്ന പേര് നൽകുന്നു. അപ്പർ സൈഡിൽ നമ്മൾ യു എന്ന പേര് നൽകുന്നു. ബാക്ക് സൈഡിൽ നമ്മൾ ബി എന്ന പേര് നൽകുന്നു. ഇനി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റും ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻറ്റും പഠിക്കാം. ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ക്ലോക്കിലെ സൂചി തിരിയുന്ന ഡയറക്ഷൻ. ആൻറ്റി ക്ലോക്ക് വൈസ് മൂവ്മെൻ്റ് എന്ന് വെച്ചാൽ ക്ലോക്കിലെ സൂചിൻ്റെ തിരിയുന്ന ഓപ്പോസിറ്റ് ഡയറക്ഷനാണ് ആൻറ്റി ക്ലോക്ക് വൈസ്. പറഞ്ഞാൽ ഫേസ് ക്ലോക്ക് വൈസ് തിരിക്കണം. F1 എന്ന് പറഞ്ഞാൽ ഫേസ് ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം. F2 എന്ന് പറഞ്ഞാൽ ഫേസ് 2 വട്ടം തിരിക്കണം. നമ്മൾ പഠിക്കാൻ പോകുന്നത് ആറിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. ആർ എന്ന് വെച്ചാൽ ക്ലോക്ക് വൈസ് തിരിക്കണം. R1 എന്ന് വെച്ചാൽ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം. R2 എന്ന് വെച്ചാൽ 2 പ്രാവശ്യം തിരിക്കണം. U എന്ന് പറഞ്ഞാൽ ക്ലോക്ക് വൈസ് തിരിക്കണം. U1 എന്ന് പറഞ്ഞാൽ ആൻറ്റി ക്ലോക്ക് വൈസ് തിരിക്കണം. U2 എന്ന് പറഞ്ഞാൽ 2 വട്ടം തിരിക്കണം. B എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ്. നമ്മൾ അൽഗോരിതത്തിൽ B2 മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. B2 എന്ന് പറഞ്ഞാൽ 2 വട്ടം തിരിക്കണം. ഇനി കുറച്ച് അൽഗോരിതം പഠിക്കാനുണ്ട് നമുക്ക്. നമ്മൾ മേലെ പ്ലസ് ഷേപ്പ് ഉണ്ടാക്കണം. പ്ലസ് കിട്ടുന്നതിന് മുന്നേ കിട്ടുന്ന ഷേപ്പാണിത്. ഈ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്ലസ് പെട്ടെന്ന് കിട്ടും. ഈ ഷേപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഈ യെല്ലോൻ്റെ താരെയുള്ള ഗ്രിപ്പ് മാറ്റാതെയാണ് അൽഗോരിതം ചെയ്യേണ്ടത്. അപ്പർ സൈഡിൽ പ്ലസ് കിട്ടാൻ വേണ്ട അൽഗോരിതമാണ് FRU, R1, U1, F1. ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ F ഇതാണ്, R ഇതാണ്, U ഇതാണ്. അപ്പോൾ നമ്മളുടെ പിടുത്തം മാറ്റാൻ പാടില്ല. F, R, U, R1, U1,
F1. ഇതിപ്പോൾ ലൈനായി. ഇനി നമ്മൾ ലൈനിനെ ഇങ്ങനെ പിടിക്കണം. ലൈനിനെ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ അത് തന്നെ റിപ്പീറ്റ് ചെയ്യണം. F R U R1 U1 F1. ഇതിപ്പോൾ പ്ലസ്, നമുക്കിപ്പോൾ പ്ലസ് കിട്ടി. പക്ഷെ നമുക്ക് കോർണർ കിട്ടിയില്ല. അതുകൊണ്ട് നമുക്ക് ഇതിൻ്റെ അൽഗോരിതം ചെയ്ത് ഇതിൻ്റെ ഒരു കോർണർ വരുത്തണം. ഇങ്ങനെ കിട്ടുമ്പോൾ അതിൻ്റെ ഈ കളറ് റെഡിയായിട്ട് തന്നെ നമ്മൾ പിടിക്കണം. ഇതിൻ്റെ അൽഗോരിതമാണ് R U R1 U R U2 R1 U2. ഇതിന് 2 കോർണർ കിട്ടി. ശരിക്കും നമുക്ക് കിട്ടേണ്ടത് 1 കോർണറാണ്. പക്ഷേ ഇതിന് 2 കോർണർ കിട്ടി. അപ്പോൾ നമ്മൾ ഈ ഒരു സെൻറ്റർ കിട്ടിയ ഭാഗത്തിൻ്റെ കളറ് കറക്റ്റാക്കി നമ്മൾ അതിൻ്റെ അൽഗോരിതം ഒന്നും കൂടി ചെയ്യണം. R U R1 U R U2 R1 U2. ഇപ്പോൾ 1 കോർണർ കിട്ടി. ഇനി ഇതിൻ്റെ കോർണറിൻ്റെ കളറ് റെഡിയാക്കണം. ഇതിൻ്റെ കളറ് ഓറഞ്ചും ഗ്രീനുമാണ്. നമ്മൾ ഓറഞ്ചും ഗ്രീനിൻ്റെ ഈ സ്ഥലത്ത് അത് മാറ്റണം. ഇവിടെയാണ് ഓറഞ്ച് ഗ്രീനിൻ്റെ സ്ഥലം. അതുകൊണ്ട് ഇവിടേക്ക് നമുക്ക് അത് മാറ്റാം. ഇപ്പോൾ റെഡിയായി. ഇനി ഒന്നും കൂടെ ആ അൽഗോരിതം ചെയ്യാം. R U R1 U R U2 R1 U2. പിന്നെയും അങ്ങനെയായി. അതിൻ്റെ അർത്ഥം ഒന്നും കൂടി ചെയ്യണം. R U R1 U R U2 R1 U2. ഇതിപ്പോൾ മേലത്തെ മഞ്ഞയെല്ലാം ശരിയായി. പക്ഷേ അതിൻ്റെ പീസസൊക്കെ വേറെ വേറെയാണ്. അതുകൊണ്ട് നമുക്ക് 2 പീസ് ബ്ലൂവിൻ്റെ 2 പീസ് റെഡിയായി. ആ ബാക്കിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതിൻ്റെ അൽഗോരിതമാണ് R1 F R1 B2 R F1 R1 B2 R2. ഇപ്പോൾ ഒരു 3 പീസ് റെഡിയായി. അത് ബാക്കിൽ വെച്ചിട്ട് ആൽഗോരിതം ഒന്നും കൂടി ചെയ്യണം. R1 F R1 B2 R F1 R1 B2 R2. ഇതിപ്പോൾ കോർണേഴ്സ് റെഡിയായി. സെൻറ്റേഴ്സ് മാത്രം വേറെയാണ്. അപ്പോൾ ഇതിൽ ഈ ലെയറിൽ നമ്മൾ ഈ 1 സെൻറ്റർ മാത്രം കറക്റ്റ് ആണെങ്കിൽ ആ സെൻറ്റർ ബാക്കിൽ വെച്ചിട്ടാണ് നമ്മൾ ഇതിൻ്റെ അൽഗോരിതം ചെയ്യേണ്ടത്. പക്ഷേ ഇതിൽ എനിക്ക് ഒരു സെൻറ്റർ റെഡി ആയിട്ടില്ല. ഞാൻ അൽഗോരിതം 2 പ്രാവശ്യം ചെയ്യണമെന്നാണ് എനിക്ക് തോന്നുന്നത്. R U1 R U R U R U1 R1 U1 R2. ഇതിപ്പോൾ എനിക്ക് ഒരു സെൻറ്റർ റെഡിയായി. അത് ബാക്കി വെച്ചിട്ട് ഞാൻ ഒന്നും കൂടെ ചെയ്യുകയാണ്. R U1 R U R U R U1 R1 U1 R2. ഇതിപ്പോൾ ഫിനിഷായി. നമ്മളിപ്പോൾ 3x3 റൂബിക്സ് ക്യൂബ് ഫിനിഷ് ചെയ്തിരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ 4x4 കംപ്ലീറ്റ് സോൾവ് ചെയ്യുന്നത് പറഞ്ഞു തരാം. പ്ലീസ് ലൈക്ക് ദ വീഡിയോ and subscribe the channel. Thank you for watching.